എപ്പോഴെങ്കിലും ഒരു കാര്യം അന്തസ്സോടെ ചെയ്യണമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? എപ്പ നോക്കിയാലും കള്ളപ്പണക്കാർക്കും കരിഞ്ചന്തക്കാർക്കും ഒക്കെ ഇങ്ങനെ കൂട്ടി നടന്നിട്ട് എന്ത് നേട്ടോ സാറേ കിട്ടാനുള്ളത്? ഗംഭീരം. കുടുംബം മൊത്തത്തിൽ അങ്ങ് ചാർജായി നിൽക്കുകയല്ലേ. പക്ഷേ ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം കിട്ടില്ല. പ്രിയങ്കയെ നിങ്ങൾ ഇവിടെ തിരിച്ച് താമസിപ്പിക്കണം എന്ന ഉത്തരവും കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അത് നടക്കില്ല സാർ. ഒരു കാരണവശാലും നടക്കില്ല. കാരണം പ്രിയങ്കയും വരുണും തമ്മിലൊരു ബന്ധവുമില്ല. ഇത് കണ്ടോ? പ്രിയങ്കയും വരുണും തമ്മിലുള്ള വിവാഹം നടന്നതിന്റെ സർട്ടിഫിക്കറ്റാ. കുറച്ചു മുമ്പേ ഇവര് പറഞ്ഞല്ലോ നിയമം നടപ്പാക്കുന്നതിനെ കുറിച്ച്. ആ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണെങ്കിലേ ഇവന്റെ ഭാര്യയെ പ്രിയങ്കയാ. അല്ലാതെ അവളെ ഒഴിവാക്കാൻ വേണ്ടി ഇവൻ തേടിപ്പിടിച്ച ഇവളെ അല്ല. സാറേ, സൂക്ഷിച്ച് സംസാരിക്കണം. സാറിന് പരാതി കിട്ടിയിട്ടുണ്ടെങ്കിൽ വിളിപ്പിച്ച് ഞാൻ സ്റ്റേഷനിലേക്ക് വന്ന് വിശദീകരണം തരാം. അല്ലാതെ എന്റെ ഭാര്യ അപമാനിച്ച സാറ് യൂണിഫോമിലൊന്നും ഞാൻ നോക്കത്തില്ല. ആഹാ, ആ നിൽക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടോ? എന്നെ പോലെ യൂണിഫോം ഇട്ട് നിൽക്കുന്നവരാ. നീ എനിക്കെതിരെ കനത്ത വാക്കുകൾ പറയുമ്പോ കൈയടിക്കാൻ വന്ന് നിൽക്കുന്നവരല്ല അവര്. ഞാനൊന്ന് മൂളിക്കഴിഞ്ഞാലേ നിന്നെ ഇവിടെ ഇട്ട് ചവിട്ടി അരയ്ക്കാൻ നിൽക്കുന്നവരാ. കാണണോടാ നിനക്ക്? ഞാൻ പറഞ്ഞു, ഞാൻ ഡ്യൂട്ടിയിൽ കയറുന്നതിന് മുമ്പ് നിന്നെ കണ്ട അനുഗ്രഹം വായിക്കാനാണ് ഞാൻ വന്നതെന്ന്. അനുഗ്രഹം വായിക്കാൻ വരുമ്പോ വെറും കൈയോടെ വരാൻ പാടില്ലല്ലോ. നിനക്ക് ഞാനൊരു സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് കമ്മീഷന്റെ ഉത്തരവോ എന്റെ നിർദ്ദേശങ്ങളോ അനുസരിക്കാൻ നിങ്ങൾ തയ്യാറല്ല. ആയിക്കോട്ടെ, വന്നതുപോലെ ഞാൻ ഇവരെയും കൊണ്ട് തിരിച്ചു വെക്കണം. പക്ഷേ പോകുന്ന കൂട്ടത്തില് വേറൊരാളും കൂടി ഞാൻ ഇവിടെ നിന്ന് കൊണ്ടുപോകും. സ്വന്തം ഭാര്യ ജീവിച്ചിരിക്കെ വേറൊരാളെ ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ച ഒരുത്തനെ, നിങ്ങളുടെ മകനെ, ഇവനെ, എന്താ അത് വേണോ? വേണോന്ന് ഇവരാരും നിങ്ങളെ ഒന്നും ചെയ്യില്ല. നിങ്ങളകത്തേക്കില്ല. നിക്ക് സാറേ, നിയമമായിട്ട് നടക്കണമെങ്കില് വരുൺ കല്യാണം കഴിച്ച പെണ്ണെന്ന നിലയ്ക്ക് പ്രിയങ്കയ്ക്ക് കണിമംഗലത്ത് നിൽക്കാം. അല്ലാതെ സുകുമാരിക്ക് നിൽക്കാൻ നിയമമുണ്ടോ? എന്താ സാറേ ചോദിച്ചാ കേട്ടില്ലേ? സാറ് വേണമെങ്കിൽ പ്രിയങ്കയോട് നിർത്തിക്കോ. വരുണിനെ സാറിന് അറസ്റ്റ് ചെയ്യാതിരിക്കണമെങ്കിൽ അങ്ങനെ വേണമല്ലോ. അത് ഞങ്ങൾ സഹിച്ചോളാം. പക്ഷേ ഇവരെ ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റില്ല. നീയൊക്കെ അങ്ങ് സഹിച്ചോളണം. കാരണം കമ്മീഷനിലുള്ള നടപടി റിപ്പോർട്ട് അനുസരിച്ച് മാനസികമായി പ്രശ്നമുള്ള പെൺകുട്ടിക്ക് സ്വന്തം കാര്യങ്ങൾ തനിച്ച് ചെയ്യാൻ പറ്റില്ല. അതിനൊരു ആശ്രയമായിട്ട് സുകുമാരി അമ്മയെ ഇവിടെ നിർത്താൻ ഇതിൽ ഓർഡറുണ്ട്. നിങ്ങൾ ചെല്ല്. ഞങ്ങൾ പൊയ്ക്കോട്ടെ.
ഉം. നിനക്കുള്ള ചൂണ്ടയോടാ നിന്റെ വീടിനകത്ത് ഞാൻ കൊണ്ടുവന്നിട്ടിരിക്കുന്നേ. അധികം വൈകാതെ നീ അതിൽ കൊത്തും. ഹ, അത് തന്നെ എനിക്കും വേണ്ടത്. എന്നിട്ടേ നിന്നെ രാജകീയമായിട്ട് ഞാൻ ഇവിടുന്ന് കൊണ്ടുപോകും. എന്തിനാണെന്നറിയോ? നാട് മുഴുവൻ എഴുന്നള്ളിക്കാൻ. ഇത് ഇവന് മാത്രമുള്ള മുന്നറിയിപ്പല്ല. മാനസികമായോ ശാരീരികമായോ അവരാരെങ്കിലും ദ്രോഹിച്ചാൽ അവരെ ഞാൻ കൈകാര്യം ചെയ്തിരിക്കും. മനസ്സിലായോ? എന്നാലും സുകുമാരിയമ്മ ഇങ്ങനെ ചെയ്തു കളഞ്ഞല്ലോ.